ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നൊരു റെയിനി ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ജൂൺ 28, ഇന്ന് പോളിയോ ഡേ ആണ് കേട്ടോ. അപ്പോൾ പുടുവിന് പോളിയോ എടുക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുടു ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കിംസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ കിംസിൽ കൊണ്ടുപോയിട്ട് തന്നെയാണ് പോളിയോ ഡ്രോപ്സ് കൊടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ യമ്മി അല്ലേ പുടു, യമ്മി പോളിയോ ഡ്രോപ്സ് പറയൂ. പോളിയോ ഡ്രോപ്സ്, യമ്മി പോളിയോ ഡ്രോപ്സ് എടുക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം വഴിയെ കാണാം. പിന്നെ എനിക്ക് 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ആദ്യം പുടുവിൻ്റെ ഈ ഒരു പോളിയോയുടെ കാര്യം ഫിനിഷ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇഞ്ചക്കിലെത്താറായി. അത് കഴിഞ്ഞിട്ട് കിംസിൽ പോയിട്ട് പോളിയോ എടുക്കുന്നു. എന്നിട്ട് പുടുവിന് ചെറിയൊരു ട്രീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ പരിഗണിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചു. Say hi, sister. Hi. Say hi, sister. Hi. Give me yummy polio. Okay. Please give me yummy polio. Sit. Open your mouth. Wow, good girl. Open again. Oh, that's yummy Pudu. No. It's okay. It's okay. One more. Open. Super. Yummy. I'll give you 1 star, okay? Polio. See? And you also have it. Yes, same to same. Bye. Give me. No, it's good. Bye-bye. Bye. Say bye. Thank you. Say hi. Give a shake and high five. Okay, shake hand. Okay. Thank you. Say thank you. Thank you. Bye-bye. Then polio എടുത്തു. Yummy polio? Was it yummy? Say it was yummy polio. Oh. Who ordered pizza and noodles? No noodles. Only pizza. Yeah. Only pizza. Who's this one? This you want? This one. Mango smoothie. Small town, just don't forget. I guess you're right about that. You can change your mind, but not your past. Every mile just feels like moving half. You can ഞാൻ ആക്ച്വലി ഇത് സെറാമിക്കിൻ്റെ പ്ലേറ്റ് അല്ലേ ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉപയോഗിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ വീണ് പൊട്ടിയാലോ. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഇതുപോലെ താഴെ വീണ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഓർഡർ ചെയ്തത് ലെമൺ ഐസ് ടീ ആണ്. സംഗീതയ്ക്ക് ലെമൺ ഐസ് ടീ ആണ് പറഞ്ഞത്. സംഗീതയ്ക്ക് ഇഷ്ടമാണത്. പിന്നെ പുടുവിന് സ്മൂത്ത് മാംഗോ സ്മൂത്ത്. ഇത് ചിക്കൻ സ്റ്റേക്ക് ആണ്. ഞാൻ ബീഫ് കഴിക്കില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. നമ്മൾ അംബ്രോസിയിലാണ് പോയത്. നിങ്ങൾ കണ്ടു. അപ്പോൾ അംബ്രോസിയിൽ നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയി കഴിച്ചിട്ട് ഞാൻ കുറച്ച് സ്റ്റേക്ക് മാത്രമേ കഴിച്ചുള്ളൂ, ഒരുപാട് കഴിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം പുടുവിനെ കൊണ്ട് വീട്ടിൽ വിടണം. എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കണം എന്നില്ലായിരുന്നു. കാരണം എനിക്ക് തല ഭയങ്കര വേദന.
എനിക്ക് നല്ല രീതിക്ക് കൺജഷൻ ഉണ്ട്, ഒരു ജലദോഷത്തിൻ്റെ ഒരു കൺജഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ടും തോന്നുന്നില്ല, പക്ഷെ എന്നാലും നമ്മളങ്ങനെ ഒരു മടിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുള്ളൂ എന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ ഇന്നത്തെ ദിവസം പുറത്തിറങ്ങി. പിന്നെ പോളിയോ എടുക്കാൻ എന്തായാലും പോകണമായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് മുടുവിനെ കൊണ്ട് ആദ്യം വീട്ടിലാക്കണം. അപ്പോൾ അവിടെ അമ്മയുണ്ടല്ലോ, അപ്പോൾ വീട്ടിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ സാരി ഫെസ്റ്റ് വരുവാണല്ലോ ലേബലിൻ്റെ, അത് 5-ാം തീയതി മുതലാണ് സാരി ഫെസ്റ്റ് വരുന്നത്, 5th to 12th വരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു റൂം, അത് നിങ്ങൾക്ക് ഷോപ്പിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ആ റൂം ഒന്ന് ശരിയാക്കാൻ പോവാണ്. അപ്പോൾ അത് കാരണം അവിടെ കുറച്ച് കേർട്ടൻസ് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടിരിക്കുന്ന ടൈപ്പ് കേർട്ടൻസ് മേടിക്കണം. അപ്പോൾ ഞാൻ കോസി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ കോസിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് എനിക്ക് കേർട്ടൻ മാറ്റി വെച്ചേക്കണേന്ന്. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് അവരത് മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇന്നെങ്കിലും അത് എടുക്കാൻ പോകണം. അപ്പോൾ അത് കാരണം ഇന്ന് ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ എനിക്ക് ഷോപ്പിൽ നിന്ന് വിഷ്ണുവിനെ കൂടെ വിളിച്ചിട്ട് വേണം പോകാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ വിഷ്ണുവാണ് എന്നെ ഇങ്ങനത്തെയൊക്കെ സാഹചര്യം വരുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ, എല്ലാം സോർട്ട് ചെയ്യാനും കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഇനി ഒരുപാട് സാരീസിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാരീസിൽ എനിക്ക് ബാർകോഡൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നുകൊണ്ട് എല്ലാം തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതൊക്കെയാണ് ടാസ്കിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയി ആദ്യം പുടുവിനെ വിട്ടതിന് ശേഷം ഞാൻ ആദ്യം കോസിയിലേക്ക് പോകും. കോസിയിൽ പോയതിന് ശേഷം അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് വേറെ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് നോക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ബാക്കി അജൻഡാസ്. അപ്പോൾ വഴിയിൽ കണ്ടോളൂ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് എല്ലാം ഫിലിം ചെയ്ത് വെച്ച് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. I just laugh sometimes, how love can fade, but this town stays mine. They say small towns just don't forget. I guess you're right about that. ഇഷ്ടം പോലെ കേർട്ടൻസ് ഉണ്ട് കേട്ടോ, സോഫ കവേഴ്സും കേർട്ടൻസും എല്ലാം ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന എടുത്തിട്ട് വരാൻ പോയതാ. ഇവിടെ വന്നതിനെ പോകാനേ തോന്നില്ല. Change your mind, but not your past. Every mile just
ഹലോ, ഞാൻ അടുത്ത ദിവസമായി കേട്ടോ. ഇതൊരു വീക്ക്ലി വ്ളോഗായിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ഞാൻ ആദ്യം ഒരു ഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ അതിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് വീക്ക്ലി വ്ളോഗായിട്ട് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഷോപ്പിൽ വന്നതിന് ശേഷം അതേ നമ്മൾ കോസിയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുവാണ്. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് ബുട്ടീക്ക് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ചെറിയ റെനോവേഷൻ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെനോവേഷൻ ഇൻ ദ സെൻസ് വേറെ മാറ്റമൊന്നുമില്ല, ജസ്റ്റ് പെയിൻറ്റിൽ മാത്രം കുറച്ച് മാറ്റം, പിന്നെ 2 സ്റ്റാൻഡിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം 2 ദിവസം, ദാറ്റ് ഈസ് ഇന്ന് 30th ആണ്. അപ്പോൾ ഇന്ന് 30th-ഉം 1st-നും 2 ദിവസമായിട്ട് ഷോപ്പ് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻക്വയറീസും കാര്യങ്ങളിലെല്ലാം നമ്മൾ ഓൺലൈൻ അപ്ഡേറ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്തായി എന്നുള്ളത്. നമ്മുടെ യൂണിറ്റിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓണത്തിൻ്റെ ഒരുപാട് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിക്കോളും സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അതെല്ലാം ബാക്കി വർക്കെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ബുട്ടീക്കിൻ്റെ ഈ ഒരു വർക്ക്, അതായത് ഈ ഒരു റെനോവേഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് 2 ദിവസം ലീവ് എന്ന് വെച്ചാൽ ഹോളിഡേ നമ്മുടെ ബുട്ടീക്ക് ഫിസിക്കൽ സ്റ്റോറിൽ അവധി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നു. ബാക്കി ഓർഡേഴ്സും കാര്യങ്ങളും എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. ബാക്കി വർക്കെല്ലാം ആസ് യൂഷ്വൽ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ എല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം പറ്റിയ കുറച്ച് റെനോവേഷൻ വർക്കാണ്. കാരണം നമ്മൾ ചില സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ഡിസിഷൻസും ശരിയാകണം എന്നില്ല അല്ലേ. അപ്പം എൻ്റെ ഒരു തെറ്റായ ഒരു തീരുമാനം കാരണമാണ് ഇപ്പോൾ വീണ്ടും ഒരു വർക്ക്, പെയിൻറ്റിങ്ങിൻ്റെ ഒരു വർക്ക് നടക്കുന്നത്. ഞാൻ ആക്ച്വലി ആ ഒരു റൂമിൽ ഞാൻ ആഭരണത്തിന് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ അത് നമ്മൾ ആ വർക്ക് ചെയ്തത് അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ആ പ്ലൈവുഡൊക്കെ നമ്മൾ ജനൽ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻഡോസ് വലിയ 2 വിൻഡോ ഉണ്ട് അവിടെ, 2 വിൻഡോസും ക്ലോസ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിരുന്നത്. പക്ഷേ അത് ആ വർക്ക് ചെയ്തത് അത്ര നന്നായിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാരണം അതിങ്ങനെ പൊടിഞ്ഞിളകാനൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ തൽക്കാലം അത് എന്താ പറയുക ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാനൊരു പാനലിങ് വെച്ചായിരുന്നു കേട്ടോ. നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലും എനിക്ക് നിന്ന് വയ്യ വരുന്ന എൻ്റെ റൂമിലേക്ക് പോയി നമുക്ക് ഇരുന്ന് എൻ്റെ മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം വരും. അതായത് എൻ്റെ കയ്യിൽ നിന്ന് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എനിക്കൊരു ഒരു സ്വഭാവമുണ്ട്, എല്ലാം എടുത്തു ചാടി കയറി അങ്ങ് ചെയ്യും. ഇപ്പോൾ ഷോപ്പിലത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഞാൻ ഒന്നും ചിന്തിക്കില്ല, ഞാൻ പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് നോക്കും. അപ്പം ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ എടുപിടി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ടൈം കൊടുത്തിട്ട് നമുക്ക് ചെയ്താൽ അതൊക്കെ ഞാനിപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എല്ലാം നമ്മൾ ഈ തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ കുറച്ച് സ്വഭാവം ഉള്ളത് കാണാം. അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആവശ്യമില്ലാത്തൊരു സ്വഭാവമായിരുന്നു അത് എനിക്ക്. അപ്പോൾ ഈ ആഭരണത്തിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ആഭരണത്തിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സാക്ട്ലി എന്താ നടക്കുന്നത്, ഇപ്പോഴത്തെ ആഭരണത്തിൻ്റെ സ്റ്റേറ്റസ് എന്താണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ആ ഒരു റൂം കൺവേർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആഭരണത്തിന് വേണ്ടി എടുക്കാം എന്നൊക്കെ ഉള്ള രീതിക്ക് ഞാനതങ്ങ് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ആളെ വിളിച്ചു, എനിക്ക് ആ ജനൽ മറയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിലൊരു ഇത് കണ്ടു, അതായത് ഇങ്ങനെ ആക്കണം ആ റൂം, എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ആക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ജനലെല്ലാം മറച്ചിട്ട് കാർഡ്ബോർഡാണ് കേട്ടോ, പ്ലൈവുഡാണ് വെച്ചത്. അപ്പോൾ പ്ലൈവുഡ് വെച്ചു, ഞാൻ ഫുൾ പുട്ടിയടിച്ചു, പെയിന്റ് എല്ലാം ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പെയിന്റ് എല്ലാം പുട്ടിയെല്ലാം ഇളകി വന്നു തുടങ്ങി. പ്ലൈവുഡ് വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് ചൂടടിച്ചിട്ട് പുട്ടിയൊക്കെ ഇളകാൻ തുടങ്ങി. അങ്ങനെ ആകെ ചളകളമായി. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് പണ്ടാറടങ്ങാനായിട്ടാണോ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് നടന്നു. എനിക്കൊന്നും നടക്കുന്നില്ല, എൻ്റെ എല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ആയി പോകുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു വറി എനിക്കുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്താലും എനിക്കത് നേരെ വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനൊരു ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് വറി വന്നു തുടങ്ങി.
പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇത് ലക്ഷ്മി അമ്മയാണ് കേട്ടോ എന്നെ എല്ലാ പ്രാവശ്യം എന്നെ ആശ്വസിപ്പിക്കുന്നത്. അപ്പോൾ അമ്മയില്ല അറിയില്ല എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മേനെ ചീത്ത വിളിക്കും. അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞിട്ട് അതിന് വേറൊരു പ്ലാൻ ഇട്ടു. ഒരു PVC എന്താ പറയാ, അതിനെന്താ പറയണ്ട, വാൾ ഷീറ്റോ PVCയുടെ ഒരു സംഭവം. അപ്പോൾ അത് പാനൽസ്, ഓക്കെ, PVC പാനൽസ് അത് ചെയ്തു. അത് തൽക്കാലം ആ ഒരു ഏരിയയിൽ മാത്രം ചെയ്തു. പിന്നെ എനിക്കതങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. എനിക്ക് എത്ര നോക്കിയിട്ടോ അതങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അത് ആ റൂം എനിക്ക് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ട്. കാരണം വലിയൊരു സ്പേസ് ആണത്. അപ്പോൾ അതിൽ കുറച്ച് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് നമ്മൾ മുന്നേ വെച്ചതുപോലെ തന്നെ ഒരു ഡിസ്പ്ലേ എല്ലാം വെച്ചിട്ട് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ PVC രണ്ടും കൽപ്പിച്ച് അത് കംപ്ലീറ്റ് ഇളക്കാമെന്ന് വെച്ചു. അത് അവർ ബാക്കിൽ ഈ ഗം വെച്ചിട്ടാണല്ലോ ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞപ്പോൾ പെയിൻ്റ് എല്ലാം, അത്രയും ഭാഗത്തെ പെയിൻ്റ് എല്ലാം ഇളകി തുടങ്ങി. പിന്നെ അതൊരു ഭംഗിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ പെയിൻറ്റർ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴത്തേനും പറഞ്ഞു അത് നമുക്ക് പുട്ടി അടിച്ചാലേ ഇനി വൈറ്റ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു ശരി, പുട്ടി അടിച്ച് ഇനി ഞാൻ ആ റൂമിൽ ഒന്നുമേ ചെയ്യുന്നില്ല. ഞാൻ ആ റൂമെന്ന് മാത്രമല്ല, ഞാനിനി എവിടെ എന്ത് പണി ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചാലും ഞാനിനി നോക്കിയും കണ്ടും ആലോചിച്ചേ ഞാൻ ഇനി എല്ലാം ചെയ്യുന്നുള്ളൂ. കാരണം ഇതെനിക്കൊരു വലിയ പാഠമാണ്. എത്ര പ്രാവശ്യമായി. കാരണം എനിക്ക് തന്നെ ആലോചിക്കുമ്പോൾ ശരി കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ മിസ്റ്റേക്കിലൂടെ പഠിക്കുന്നു എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും മിസ്റ്റേക്ക് എനിക്ക് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറച്ച് വർക്ക് കാര്യങ്ങളുമാണ് കേട്ടോ ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, എല്ലാം നല്ലതായിട്ട് തന്നെ വരും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ നമ്മുടെ സാരി ഫെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നത്. അപ്പോൾ ഇനി ഇത് വീക്ക്ലി വ്ളോഗൊന്നുമല്ല, ഇതൊരു 2 ദിവസത്തെ വ്ളോഗ് നമ്മൾ ഒന്ന് കമ്പൈൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. പിന്നെ ആഭരണത്തിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് ഞാൻ ആഭരണത്തിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല. ആക്ച്വലി ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാത്തത്, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. മോളെ ഇന്നലെ പോളിയോയ്ക്ക് കൊണ്ടുപോയി, ഇന്നലല്ല മെന്നാന്ന് പോളിയോയ്ക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നു. പിന്നെ ഷോപ്പിംഗ്, കോസിയിൽ പോയി ഷോപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ വന്ന കുറച്ച് വിശേഷങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇനി സാരി ഫെസ്റ്റിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ വീഡിയോസ് എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.